സതീശനെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നു. ഇന്ന് പുഴയിൽ തെരച്ചിലില്ല. മൺകൂന നീക്കുന്നതിനായി തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചേക്കും. തെരച്ചിൽ നിർത്തരുതെന്ന് കുടുംബവും സംസ്ഥാന സർക്കാരും. കോൺഗ്രസിലെ തർക്കത്തിൽ കടുംപിടുത്തവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അപമാനിതനായി തുടരാൻ താൽപര്യമില്ലെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സതീശൻ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കെ സുധാകരൻ. തിരുവനന്തപുരത്ത് സ്ത്രീക്ക് നേരെ വെടിയുതിർത്ത കേസിൽ പോലീസ് അന്വേഷണം ഊർജിതം. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്ന നിഗമനം. പ്രതിയായ സ്ത്രീ നടത്തിയ ആസൂത്രണത്തെക്കുറിച്ചും പോലീസിന് വിവരം. സംസ്ഥാനത്ത് മഴ ശക്തം. വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡൽഹിയിൽ വെള്ളക്കെട്ടിൽ മരിച്ച മലയാളി നെവിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പോസ്റ്റ്മോർട്ടം രാവിലെ. സംഭവത്തിൽ കർശന നടപടിയുമായി ഡൽഹി സർക്കാർ. പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ വീണ്ടും മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ. വനിതകളിൽ രമിത ജിൻഡാലിനും പുരുഷ വിഭാഗത്തിൽ അർജുൻ ബാബുതയ്ക്കും ഫൈനൽ പോരാട്ടം. ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് അർജന്റീനയെ നേരിടും. ആർച്ചറി, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം.